ഹലോ ഹായ് നമസ്കാരം, ഞാൻ വിനോദ് വേണുഗോപാൽ. വെൽക്കം ടു ടോപ്പ് ലേണിംഗ് ആപ്പ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത് കാണുന്നവർക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരിക്കും അല്ലെ. 10ാം തരത്തിലുള്ള കേരള PSCയുടെ പ്രിലിംസ് എക്സാം രണ്ടാം പാദം സെക്കൻഡ് ടയർ അവസാനിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ടയർ എന്നല്ല, രണ്ടാമത്തെ പ്രിലിംസ് അവസാനിച്ചിരിക്കുകയാണ്. സോ ഈ രണ്ടാമത്തെ പ്രിലിംസിൽ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട നമ്മൾ ചെറിയൊരു റിവ്യൂ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഒന്ന്, എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ? വളരെ സിമ്പിൾ ഉത്തരം, ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരുപാട് ഹൈറ്റ് പറയാൻ പറ്റില്ല, എന്നാൽ ഒരുപാട് ലോ ലെവലും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ലെവൽ, ഒരു 50-50 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ 60-40 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോ കേരള PSC നടത്തിയ നമ്മുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി രണ്ടാമതായിരുന്നു, നമുക്കതിന്റെ പാറ്റേണിലേക്ക് വരാം. ആദ്യത്തെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതിന്റെ മോഡൽ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ മോഡലുമായി ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിരിക്കും. കാരണം അതേ പാറ്റേൺ, സെയിം പാറ്റേണിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരുന്നത്. അപ്പൊ എങ്ങനെയാണ് പഴയത് നോക്കി പുതിയത് പഠിക്കാന്നായിരിക്കും അല്ലെ. ഒരു എക്സാമ്പിൾ പറയാം. ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ആദ്യത്തെ പ്രിലിംസിൽ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു റിസൾട്ട് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, എന്തായാലും അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ റിപ്പീറ്റ് ചെയ്യുമെന്ന് നമുക്ക് അതിൽ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് 2 ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയേനെ. ഇതുപോലെ തന്നെ കേരളത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേസ് അതൊന്നും നോക്കിയിരുന്നെങ്കിൽ ഇന്നും ഒരു മാർക്ക് കിട്ടിയേനെ. അപ്പൊ പാറ്റേണിനൊന്നും ഒരു മാറ്റമില്ല, അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ആ 2ലുള്ള സിമിലർ ടോപ്പിക്സുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഒന്ന് നോക്കി വെക്കാൻ പഠിക്കുക. ഇപ്പൊ വാട്ടർ ഹൈവേസ്, നാഷണൽ ഹൈവേസ്, വാട്ടർ ഹൈവേസ് ചോദിച്ചിട്ടില്ല, പക്ഷെ നാഷണൽ ഹൈവേസ് ചോദിക്കേണ്ടായി. അപ്പൊ അതുകൂടി നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് നോക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കേരള ഹിസ്റ്ററി പഴയതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും നടത്തിയിരുന്നത്. അതായത് കുറച്ച് നല്ല ഡെപ്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടു. അത് ആദ്യം നടത്തിയ പ്രിലിംസ് എക്സാമിനും അതേ ഒരു രീതി നമ്മൾ കാണുണ്ടായി. ഇപ്പോഴും നമ്മൾ അതേ ഒരു രീതി തന്നെ കാണുണ്ടായി. ആരും കേൾക്കാത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ നെറ്റിൽ പോലും അടിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടാത്ത കുറെ ഉത്തരങ്ങൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ നമ്മുടെ VT ഭട്ടതിരിപ്പാട് അങ്ങനത്തെ കുറച്ച് നവോത്ഥാന നായകന്മാരെ വിട്ട് ഇപ്പൊ PSC ഫോക്കസ് ചെയ്യുന്നത് അധികം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ആൾക്കാരിലേക്കാണ് PSC ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ എക്സെട്ര എന്ന് വന്നിരിക്കുന്ന വ്യക്തികളെയും നമ്മളൊന്ന് തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്നും അടുത്ത പ്രിലിംസിലേക്കുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് മാർക്ക് നമുക്ക് കിട്ടാവുന്നതാണ്. മാത്സിന്റെ ഒരു രസകരമായ സംഭവം, കഴിഞ്ഞ സംഭവത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ പ്രിലിംസിൽ സംഭവിച്ച അതേ മിസ്റ്റേക്ക് ഈ പ്രിലിംസിൽ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണും. ബാക്കിയുള്ളതെല്ലാം ഒരുപാട് ഡെപ്തും ഒരുപാട് ഹൈറ്റും ഉണ്ടായിരുന്നില്ല, കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു മാത്സ് എന്ന് പറയാം. ഇനി ഈ ഒരു പ്രിലിംസിന് ചില ചോദ്യങ്ങളിൽ അവ്യക്തമായുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ വ്യക്തമായിരുന്നില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഒരു വേനൽ മഴ ചോദിച്ചിരുന്നു. എത്ര വേനൽ മഴയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി അത് ഇന്ത്യയുടെ ആണോ കേരളത്തിന്റെ ആണോ ഏത് സീസൺ, ലൈക്ക് അങ്ങനത്തെ ഒന്നും അതിൽ കണ്ടില്ല. അതുപോലെ മാത്സിന്റെ ചോദ്യങ്ങൾക്കും ചില ചോദ്യങ്ങൾ അങ്ങനെ ഒരു അവ്യക്തത നമുക്ക് കാണാൻ അവിടെ സാധിക്കും. ഇനിയിപ്പോ അടുത്ത പ്രിലിംസിന് പഠിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം ആയ സ്ഥിതിക്ക് അടുത്ത പാറ്റേണും അതുപോലെ ആവുന്ന ഉറപ്പൊന്നും പറയുന്നില്ല. എങ്കിലും പഠിച്ച ആൾക്കാർ ഇനി നമുക്ക് ആ പാറ്റേണിൽ ഒന്ന് പോയി നോക്കാം. അപ്പോ പഠിച്ച ആൾക്കാർ ഇനിയിപ്പോ ഈ പാറ്റേൺ മാത്രം എടുത്തിരിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ഇതേ പാറ്റേണിൽ തന്നെ ഇനി പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ പ്രിലിംസിലെ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഈ എവിടത്തേലും ചെയർമാൻ അല്ലെങ്കിൽ ജൂറി സംതിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഫിലിം ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇനിയിപ്പോ ബാക്കിയുള്ള എന്താ, സ്പോർട്സ് ബാക്കിയുണ്ട്. അപ്പൊ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഫിലിം വീണ്ടും 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 ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫിലിംസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന് നല്ല രീതിയിൽ തന്നെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ 2 പ്രിലിംസ് കഴിഞ്ഞു. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ചില ആൾക്കാർ എന്ന് പറയുന്നത് അവിടുന്ന് ഇത്ര ചോദിച്ചു ഇവിടുന്ന് ഇത്ര ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പേടിപ്പിച്ച് കളയും. അപ്പൊ അതൊന്നും ഇനി ബോധരേണ്ട. ഇനി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്? വളരെ സിമ്പിൾ ആണ്. സ്കൂൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതേ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ റാങ്ക് ഫയൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നുകൂടി നോക്കുക. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് വിചാരിച്ചോളൂ. അത് വായിച്ചു. ഇനി അതിന്റെ റാങ്ക് ഫയൽ ഓറിയന്റഡ് ആയിട്ട് സെക്ഷൻ എന്താണ് പറയുന്നത് അത് നോക്കാം. അപ്പൊ ലൈക്ക് അങ്ങനെ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ആ പാറ്റേൺ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതേ പാറ്റേൺ ചോദിച്ചു. അപ്പൊ ഇനി ആ പാറ്റേൺ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സ്പോർട്സ് ഇതുവരെ തൊട്ടിട്ടില്ല, എന്നാൽ സ്പോർട്സ് ഇനി വരാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോ വരുന്ന പാറ്റേണും പ്ലസ് അടുത്ത പാറ്റേണോട് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ഇപ്പൊ നടത്തിയ എക്സാമിന്റെ ആൻസർ കീ കൂടി ഇടുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എന്നായിരിക്കില്ല ഡൗട്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആപ്പിൽ നമ്മുടെ ടോപ്പ് ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇതിന്റെ ആൻസർ കീ കൂടി നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് പ്രിലിംസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമുക്ക് മെയിൻസ്
എക്സാം എഴുതണം, നമുക്ക് ജോലി കിട്ടണം. അപ്പോൾ ഇതിന്റെ തന്നെ അത് നമ്മുടെ കേരള PSC നടത്താൻ പോകുന്ന ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, +2 ലെവൽ പ്രിലിംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ നിലവിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി, ഇത് ഞങ്ങളുടെ ഒരു സജഷൻ ആണ്. നിങ്ങൾക്കിപ്പോൾ PSCയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയേണ്ട ന്യൂസുകൾ എന്തൊക്കെയാണ്, അതിന്റെമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളോ ടോപ്പിക്കുകളോ അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് കേട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ടോപ്പ് ലേണിംഗ് ആപ്പിലേക്ക് വന്ന ഒരുപാട് കോളുകളിൽ പറഞ്ഞൊരു കാര്യം, അവസാനമായിട്ട് സക്കീർ സാർ നമ്മുടെ ഈ പറഞ്ഞ PSCയുടെ ചെയർമാൻ നടത്തിയ ആ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത് നോക്കിയ സമയത്ത് അതിൽ ഒരുപാടൊന്നും പറയാനില്ല, എങ്കിൽ പോലും അത് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു നിർദ്ദേശങ്ങളോട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇത്തരം ഒരു വീഡിയോ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒന്ന്, പിന്നെ രണ്ടാമത് നിങ്ങളെ കൈ അറിയാതെയൊക്കെ തട്ടി താഴത്തെ ഏതെങ്കിലും ഒരു ബട്ടണൊക്കെ അമർത്തുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ ഞാനിപ്പോ എന്നും പറഞ്ഞു പോകാനാണ് മറ്റൊരു വീഡിയോ അടുത്ത് തന്നെ നമുക്ക് വരാൻ സാധ്യതയില്ല. നാഷണൽ ഹൈവേസ് ഇൻ കേരള അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ട് രീതിയിൽ അല്ലെങ്കിൽ എത്ര പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ചെറിയൊരു സാമ്പിളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ വരുന്നവരെ തൽക്കാലം ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. വിനോദ്, താങ്ക് യു.